നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ വഴിയോര കച്ചവടക്കാർ അവിടെ നിന്നും ഒഴിഞ്ഞു നൽകണമെന്ന നിരന്തര ആവശ്യം അവരെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇതിനെക്കുറിച്ച് കച്ചവടക്കാർ കൊട്ടാരക്കര മീഡിയയോട് പ്രതികരിക്കുന്നു. 2.5 കൊല്ലം കൊണ്ട് അവിടെ കച്ചവടം ചെയ്യുകയാണ്. വാടക കൊടുത്താണ് അവിടെ ഇരിക്കുന്നത്. ഇതേപോലെ ഒരു ചാനൽ കണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് ആൾക്കാർ നിരന്തരം വന്ന് ശല്യപ്പെടുത്തുന്ന അവിടെ കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല, പൊതുവഴിയാണെന്ന് പറഞ്ഞ് നമ്മൾ അതുകൊണ്ട് ജീവിക്കുന്നതാണ്. വാടക കൊടുത്താണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ വാടക കൊടുത്തിരിക്കുന്നതാണ്. ഒരു മുതലാളിയെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലേക്കൂടെ അവർക്ക് വഴിയുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഞങ്ങൾ വാടക കൊടുത്തിട്ട് സുവാര വ്യക്തിയുടെ മുതലായത് ഇതാരെങ്കിലും വഴിയല്ല. അത് ആ പുള്ളിക്കാരനും അറിയാം, അറിയാവുന്ന കാര്യങ്ങളാണ്. അയാൾ പറയുന്നത് ഈ ഞങ്ങളെല്ലാം ഓടയുടെ പുറത്തായിരിക്കുന്നതെന്നാണ് പറയുന്നത്. പൊതുവഴിയല്ല, ഇത് കരമടക്കുന്ന വഴിയാണ്. ഇത് വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ ഇരിക്കാന്ന് ഇത് പുറമ്പോക്ക് സ്ഥലമൊന്നുമല്ല. ഞങ്ങൾ വർഷങ്ങൾ മുമ്പ് ഇരിക്കുന്ന കരവച്ചുമ്പോൾ ഇരിക്കുക. ഇത് വസ്തുത അപ്പോൾ വക്കീലിൻ്റെ വസ്തുവാണ്. അങ്ങനെ പാകിസ്ഥാൻ്റെ വസ്തുവാണ്. അത് ഞങ്ങൾ ഇരിക്കുക. എന്നാൽ ഞങ്ങൾ ഇത് പുറമ്പോക്ക് സ്ഥലമായത് കേട്ടാ. ഞങ്ങൾ ഇരിക്കുക, വാടക കൊടുത്തിരിക്കുക, പൊതുസ്ഥലമല്ല. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്ന ലോട്ടറി കച്ചവടമാണ്. ഇത് അവരുടെ പാലസുകാരുടെ വക്കീലുമായിട്ടുള്ള ധാരണയിൽ ചെറിയ വാടക വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ എഗ്രിമെൻ്റ് എഴുതി അതിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഞങ്ങളിവിടെ 4-5 കച്ചവടക്കാർ അത് വാടകയുടെ എഗ്രിമെൻറ്റ് പേപ്പർ എഴുതിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് മാസം ഒരു വാടക നിശ്ചയിച്ച് എഴുതി അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് പേര്. അല്ല, ഇത് ഇത്രയും അവർ കരുതീരുള്ള വസ്തുവാണ്. അതിൻ്റെ പുറത്ത് പുള്ളിയുടെ ഗർഭത്തിൽ തന്നെ ഇതിൻ്റെ ഒരു എഗ്രിമെൻ്റ് എഴുതി കൊറോണയ്ക്കൊക്കെ മുമ്പേ എഗ്രിമെൻ്റ് എഴുതി ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കാൻ തുടങ്ങി അന്ന് പോലുള്ള എഗ്രിമെൻ്റ് പുള്ളിയുടെ പേപ്പർ കയ്യിലുണ്ട്. ഞങ്ങൾ 4-5 പേര്, ഞാൻ, കബീർ, സുൽഫിക്കർ, അവരൊന്നും കച്ചവടത്തിൻ്റെ കൂടുതലുണ്ട്. പൈസയൊക്കെ ഒരുപാട് തോറ്റ് ഇരിക്കുന്നുണ്ട്, കച്ചവടമില്ല അവർക്ക്. ബാക്കി ഞങ്ങളിവിടെ ഇരിക്കുന്ന കച്ചവടക്കാരെല്ലാം മാന്യമായിട്ടുള്ള രീതിയിൽ വക്കീലോട്ടുള്ള ധാരണയിൽ കുറേ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരാണ്, കൊച്ചു കച്ചവടക്കാരെല്ലാം. അല്ല, ഇത് വെറും പുറമ്പോക്ക് ഭൂമിയാണെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണിത്. പുള്ളിയുടെ കെയറോഫിൽ കരന്തീരമുണ്ട്, അതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം പുള്ളിയുടെ പക്കലുണ്ട്, പുള്ളി രേഖാമൂലം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ എഗ്രിമെൻ്റ് എഴുതി വർഷങ്ങൾക്ക് മുമ്പേ എഗ്രിമെൻ്റ് എഴുതിയ പേപ്പർ പുള്ളിയുടെ കസ്റ്റഡി ഇപ്പോഴും ഉണ്ട്. ചോദിച്ചാൽ കാണാം. ഞങ്ങൾ 4-5 പേര് കൊച്ചു കച്ചവടക്കാർ, ലോട്ടറി കച്ചവടക്കാർ, ഞാൻ, കബീർ, ഇപ്പോൾ ഇല്ലാത്ത സുൽഫിക്കർ, എല്ലാവരുടെയും കൊച്ചു കച്ചവടക്കാരെല്ലാം എഗ്രിമെൻ്റ് എഴുതി ഞങ്ങൾ കച്ചവടം ചെയ്യുന്നവരാ വാടക നിശ്ചയിച്ച്. അല്ല, ഇത് പൊതുസ്ഥലമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആരെയും അതിൽ ദ്രോഹിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവം വക്കീൽ പറഞ്ഞതനുസരിച്ച് ഇത് വാടകയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വാടകയുടെ കാര്യം അങ്ങനെയോട്ടില്ലേ പറഞ്ഞിരിക്കുന്നത്. വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് രേഖാമൂലം ഞങ്ങൾ എഴുതി എഗ്രിമെൻ്റ് എഴുതിയാണ് ഇവിടെ ഇരിക്കുന്നത്. എഗ്രിമെൻ്റ് എഴുതി വാടകയും കൊടുത്താണ്ടിരിക്കുന്നത്. അല്ല, ഇത് പൊതു മുതലാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റാണ്. അങ്ങനെയല്ല, അത് ഇപ്പം ഞങ്ങൾ എഴുതിയ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി പുള്ളിയുടെ കയ്യിലുണ്ട്. പുള്ളി ആവശ്യപ്പെട്ടാലും തർക്കമുള്ളവർക്ക് ആ എഗ്രിമെൻ്റ് പരിശോധിക്കും. എഗ്രിമെൻ്റ് എഴുതി ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു വൻകിട മുതലാളി ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ കൊല്ലങ്ങൾ കൊണ്ട് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളാണിത്. അതായത് ഇതിൻ്റെ ഉടമസ്ഥന് 10,000 രൂപ വാടക കൊടുത്തുകൊണ്ട് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഇവിടുത്തെ ഒരു വൻകിട മുതലാളി കുറേ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഡെയിലി ഞങ്ങൾ ഉപദ്രവിക്കുകയാണ്. കാരണം ഇത് ഞങ്ങളിരിക്കുന്നത് ഓടയിലാണ്, ഇത് പുറമ്പോക്ക് വസ്തുവാണ്. അങ്ങനെയൊന്നുമില്ല. ഏകദേശം ഒരു 5 കൊല്ലത്തോളമായി ഞാൻ ഈ കൊട്ടാരക്കരയായിട്ട് എനിക്ക് പല പ്രസ്ഥാനങ്ങളും ഉള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. മാസം തോറും ഇത്ര വാടക നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഒരു വൻകിട മുതലാളി, അതായത് അദ്ദേഹത്തിന് പല പ്രസ്ഥാനങ്ങളും ഉണ്ട്. അദ്ദേഹം ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പല രൂപത്തിലും ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരായും പലരെയും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് ഈ പുറമ്പോക്കാണ് എന്നുള്ള ഒരു മട്ടിൽ അദ്ദേഹം കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടായുസത്തിൽ കൂടെയാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല വിഷയം. ഇവിടെ 2 ഹോട്ടൽ, അതായത് ഹോട്ടലിൻ്റെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വേറെ 2 ഹോട്ടൽ വന്നപ്പം ഈ വൻകിട മുതലാളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കച്ചവടത്തെ ബാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കാണിക്കുന്ന പേക്കുത്തുകളെല്ലാം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഡെയിലി ഇപ്പോൾ 3-4 ദിവസം കൊണ്ട് 2 ദിവസത്തിന് മുമ്പ് വന്നിട്ട് എന്നെ നേരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയുകയാണ് കാലടിച്ചൊടിക്കുമെന്ന് മെനഞ്ഞാന്ന്. ഇതെന്ത് അടിസ്ഥാനമാണ്? അദ്ദേഹത്തിന് മാത്രമേ ഇവിടെ ജീവിച്ചാൽ മതിയാ? ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടയോ? എന്താണ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത്? അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്, പണമുണ്ടാവാം, എന്തുമുണ്ടാവാം. പക്ഷേ അതിൻ്റെ പിന്നിലും നമ്മൾ ഇറങ്ങി തിരിച്ചാൽ എന്താണ് ഈ നാട്ടിൽ നടക്കുന്ന വിപത്തുകൾ? അദ്ദേഹത്തെ പറഞ്ഞ് നിലയ്ക്ക് നിർത്തുവാൻ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും, ഒറ്റ രാഷ്ട്രീയ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. എല്ലാവരും അദ്ദേഹത്തെ തരഞ്ഞിട്ടിരിക്കുകയാണ്. ഏതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടോ ആ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം വന്നാൽ 1 മണിക്കൂർ 10 മിനിറ്റ് പോലും അദ്ദേഹത്തിനോട് സംസാരിക്കില്ല. സംസാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിപത്ത്, അദ്ദേഹം എന്താണോ പറയുന്നത് ഈ വരുന്ന ഈ പ്രവർത്തകർക്ക് പോലും മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷനിലാണുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ ചെറുകിട കച്ചവടക്കാരെ നിത്യവും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ബഹുമാനപ്പെട്ട അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം ഒരു പരാതി കൊടുത്ത് ഇതെല്ലാം ഓടയാണെന്നും പറഞ്ഞ്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കോടതി വിധിക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. കോടതി നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി കിട്ടുമെന്ന് വിശ്വാസത്തിൻ്റെ അർപ്പിൽ വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ കടയുടെ എഗ്രിമെൻറ്റ് പേപ്പറും വാടക ചീട്ടും. ഇത് കണ്ടോ, ഇതാണ്. മീഡിയയ്ക്ക് മുമ്പിൽ നമ്മൾ ഇത് സമർപ്പിക്കുകയാണ്. ഇതെങ്ങനെയാണ് പുറംപോക്ക് വരുന്നത്? മാസം 15,000 രൂപ വാടകയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കട എങ്ങനെയാണ് പുറംപോക്കിൽ വരുന്നത്? പറയുക, അധികാരി വർഗ്ഗങ്ങൾ പറയുക. ഇതെങ്ങനെയാണ് ഞങ്ങൾ പുറംപോക്കിലും ഓടയിലും പുറത്തിരിക്കുന്നത്? മാസം 15,000 രൂപ വാടകയുള്ള കടയുടെ ഇതാണിത്. എൻ്റെ പേര് രവികുമാറാണ്. ഞാനിവിടെ വർഷങ്ങളായിട്ട് ഈ കട നടത്തുന്ന ആളാണ്. എനിക്കൊരു വാടകയ്ക്ക് തന്നാക്കുന്ന കടയാണ്. പാലസ് ലാൻഡ് അമ്മച്ചിയാണ് ഇത് വാടകയ്ക്ക് തന്നാക്കുന്നത്. ഇതിന് വാടക ചീട്ടുണ്ട്, ലൈസൻസ് ഉണ്ട് മുനിസിപ്പാലിറ്റിയുടെ. ഇത്രയും ഇതാ കച്ചവടം. നമ്മുടെ കട ഇതാണ്. ഇത് പൊതുവഴിയല്ല, ഇത് അവരുടെ വീട്ടിൽ പോകുന്ന വഴിയാണ്. അവർ കാര്യം അടയ്ക്കുന്ന വസ്തുവിൻ്റെ ഇതുള്ളതാണ്. അങ്ങനെ ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് ഇരിക്കുന്നതാണ്. 10-20 വർഷമായിട്ട് ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്നതാണ്. ഇതിപ്പം അപ്പുറത്തെ ഒരു ഹോട്ടൽ നടത്തുന്ന ആളുമായിട്ടുള്ള എന്താ വേണ്ട അവർ ഇതായിട്ടാണ് പറയുന്നത്. അവർക്ക് ഇതിലല്ലല്ലോ വണ്ടി കയറി പോകുന്നത്, അവർക്ക് വഴി വേറെ ഉണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ആ ലൈസൻസൊക്കെ ഉണ്ട്, എൻ്റെ ലൈസൻസ് ഉണ്ട്, വാടക ചീട്ടുണ്ട് അമ്മച്ചേരി തന്നെ.